നമസ്കാരം. ഇറാന്റെ പരമോന്നത അധികാര കേന്ദ്രമായ അയതുള്ള അലി ഖമനേയെ വധിച്ച വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. മാസങ്ങൾ നീണ്ട കൃത്യമായ പ്ലാനിങ്ങിനൊടുവിൽ 2026 ഫെബ്രുവരി 28 ശനിയാഴ്ച രാവിലെയാണ് ലോകത്തെ ഞെട്ടിച്ച ആക്രമണം നടന്നത്. ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റോറിംഗ് ലയൺ, അമേരിക്കയുടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്നീ പേരുകളിലായിരുന്നു സംയുക്ത നീക്കം. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA മാസങ്ങളായി ഖമനേയുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചു വരികയായിരുന്നു. 2025 യുദ്ധത്തിനു ശേഷം അതീവ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറിയ ഖമനേയെ കണ്ടെത്താൻ പാറ്റേൺ മാപ്പിംഗ് എന്ന സാങ്കേതിക വിദ്യയാണ് CIA ഉപയോഗിച്ചത്. അദ്ദേഹം സ്ഥിരമായി സന്ദർശിച്ചിരുന്ന ഓഫീസുകൾ, വസതികൾ, അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ എന്നിവ വിശകലനം ചെയ്ത് ഖമനേ എവിടെ ഉണ്ടാകുമെന്ന് CIA കൃത്യമായി മനസ്സിലാക്കി. ഫെബ്രുവരി 28 ശനിയാഴ്ച രാവിലെ 9:40 ആക്രമണം. ഖമനേ തന്റെ വസതിയിൽ ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്ന് CIA ഇസ്രായേലിന് വിവരം കൈമാറി. യഥാർത്ഥത്തിൽ രാത്രിയിൽ ആക്രമണം നടത്താനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ ഖമനേയും മറ്റ് 7 ഉന്നത ഉദ്യോഗസ്ഥരും ഒരേ സ്ഥലത്തുണ്ടെന്ന വിവരം ലഭിച്ചതോടെ പ്ലാൻ മാറ്റുകയും ഉടനടി ആക്രമണം നടത്താൻ തീരുമാനിക്കുകയുമായിരുന്നു. ആയതുള്ള അലി ഖമനേയെ ലക്ഷ്യമിട്ട് നടന്ന 60 സെക്കൻഡ് നീണ്ട ആക്രമണം ചരിത്രത്തിൽ തന്നെ ഏറ്റവും മാരകമായ വ്യോമാക്രമണങ്ങളൊന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. ടെഹ്റാന്റെ ആകാശത്ത് ഇസ്രായേലിന്റെ അത്യാധുനിക പോർവിമാനങ്ങൾ നിലയുറപ്പിച്ചതോടെയാണ് ഓപ്പറേഷൻ ആരംഭിച്ചത്. ലക്ഷ്യസ്ഥാനം കൃത്യമായി ഉറപ്പിച്ച ശേഷം വെറും 1 മിനിറ്റിനുള്ളിൽ 30ഓളം അതിശക്തമായ ബോംബുകളാണ് ഖമനേയുടെ വസതിക്ക് മുകളിൽ വർഷിച്ചത്. മിന്നൽ വേഗത്തിൽ നടന്ന ഈ നീക്കം പ്രതിരോധിക്കാൻ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സമയം ലഭിക്കുന്നതിന് മുൻപേ പ്രദേശം ഒരു വലിയ തീഗോളമായി മാറിക്കഴിഞ്ഞിരുന്നു. ഈ ആക്രമണത്തിനായി അതീവ പ്രഹരശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബറുകളാണ് ഉപയോഗിച്ചതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സാധാരണ ബോംബുകൾക്ക് തകർക്കാൻ കഴിയാത്ത ഭൂമിക്കടിയിൽ നിർമ്മിച്ച കോൺക്രീറ്റ് ബങ്കറുകളെ ലക്ഷ്യം വെച്ചാണ് ഇവ പ്രയോഗിച്ചത്. കിലോമീറ്ററുകളോളം പ്രകമ്പനം സൃഷ്ടിച്ച ഈ സ്ഫോടനങ്ങൾ ഖമനേയുടെ വസതിയെ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കി. ഭൂഗർഭ അറകൾ പോലും തകർന്നടിഞ്ഞ രീതിയിലുള്ള ആസൂത്രിതമായ നീക്കമായിരുന്നു ഇസ്രായേലിന്റെ. ആക്രമണ സമയത്ത് ഖമനേയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഇറാന്റെ സൈനിക പ്രതിരോധ മേഖലയിലെ 7 ഉന്നത ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടായിരുന്നു. ഖമനേയ്ക്ക് പുറമെ അദ്ദേഹത്തിന്റെ മകൾ, കൊച്ചുമകൻ, മരുമക്കൾ എന്നിവരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ നടന്ന ഈ അപ്രതീക്ഷിത ആഘാതം രാജ്യത്തെ ഞെട്ടിക്കുകയും പശ്ചിമേഷ്യയിൽ വലിയൊരു യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. ഖമനേയുടെ പദ്ധതിന് പിന്നാലെ ഇറാൻ കടുത്ത തിരിച്ചടിയും ആരംഭിച്ചിരുന്നു. ഇസ്രായേലിലെ ടെൽ-അവീവ് ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകൾ വർഷിച്ചു. കൂടാതെ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ഇറാന്റെ പബ്ലിക് ടെലിവിഷൻ ഖമനേയുടെ മരണം സ്ഥിരീകരിച്ചതോടെ രാജ്യം 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകളെക്കുറിച്ച് ഔദ്യോഗികമായ നിർദ്ദേശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എന്നാണ് ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക എന്ന കാര്യത്തിലും തീരുമാനം വരേണ്ടതുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഖമനേയ്ക്ക് മുൻപുണ്ടായിരുന്ന ഖുമൈനി മരണഘട്ടത്തിൽ തന്നെയും വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. 1 കോടിയോളം ആളുകൾ അന്ന് പങ്കെടുത്തു എന്നുള്ളതാണ് ഇറാന്റെ പ്രചരണം. അന്ന് ആൾ വർദ്ധിച്ചതിനാൽ ഖുമൈനിയുടെ മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യമായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഖമേനിയെയും കാണാൻ നിരവധി ആളുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 60 സെക്കൻഡ് മാത്രം നീണ്ടുനിന്ന ആക്രമണത്തിലൂടെയാണ് ഖമനേയെ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി വധിച്ചത്.